അധ്യായം 10. രാക്ഷസ മൃഗവേട്ടയ്ക്ക് ശേഷം മൃഗലോചനനിൽ നിന്നും അവന്റെ പടയാളികളിൽ നിന്നും സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടപ്പാച്ചിലിലാണ് ലിയോ. ചീനുവും അവനോടൊപ്പമുണ്ട്. മൃഗലോചനൻ തന്റെ തൊട്ടടുത്തെത്തിയെന്ന് മനസ്സിലാക്കിയ ലിയോ വേഗത്തിൽ ഓടാൻ ശ്രമിച്ചു. ചീനു, ഈ കോടാലിയുടെ ഭാരം കാരണം എനിക്ക് വേഗത്തിൽ ഓടാൻ കഴിയുന്നില്ല. ലിയോ ചീനുവിനെ നോക്കി വിളിച്ചു പറഞ്ഞു. സമയം കളയാതെ നിനക്ക് കിട്ടിയ ആത്മശക്തി എന്താണെന്ന് നോക്ക് ലിയോ. ചീനു പറഞ്ഞു. ആത്മശക്തി വരട്ടെ എന്ന് ലിയോ പറഞ്ഞതും ചത്ത മൃഗത്തിന്റെ ആത്മശക്തി അവന് മുന്നിൽ തെളിഞ്ഞു. അതവന്റെ ശരീരത്തിനെ വലയം ചെയ്തതും അവനിൽ മാറ്റങ്ങൾ പ്രകടമാകാൻ തുടങ്ങി. ഒരു നിമിഷം എന്താണ് നടക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. ഇതാണ് രൂപം മാറ്റുന്ന ആത്മശക്തി. ചീനു അവനെ നോക്കി അത്ഭുതത്തോടെ പറഞ്ഞു. രൂപം മാറ്റുന്ന ആത്മശക്തിയോ? അതെന്താണ് ചീനു? ലിയോ അതെന്താണെന്ന് ചീനുവിനോട് ചോദിക്കുന്ന സമയത്ത് തന്നെ അവന്റെ രൂപം പൂർണ്ണമായും മാറി. അവൻ കൊന്ന രാക്ഷസ മൃഗത്തിന്റെ രൂപത്തിന്റെ ചെറിയൊരു പകർപ്പായി മാറി. ആ മൃഗത്തിന്റെ ശക്തിയും വേഗതയും ലിയോയിലേക്ക് വന്നു ചേർന്നു. ലിയോ ഒരു പകപ്പോടെ താഴേക്ക് നോക്കി. അവനിപ്പോൾ വേഗത്തിലോടാൻ 4 കാലുകളുണ്ട്. മാത്രമല്ല, ആ സ്വർണ്ണ മഴു നിസ്സാരമായി ഉയർത്തി തോളിൽ വെച്ചുകൊണ്ട് അവൻ കാടിനുള്ളിലേക്ക് ഓടിമറഞ്ഞു. എത്ര ശ്രമിച്ചിട്ടും മൃഗലോചനന്റെ പടയ്ക്ക് അജ്ഞാതനായ സ്വർണ്ണ മനുഷ്യനെ പിടിക്കാൻ കഴിഞ്ഞില്ല. പരാജയത്തിന്റെ രുചി അറിഞ്ഞ മൃഗലോചനൻ ദേഷ്യം കൊണ്ട് വിറച്ചു. ചുറ്റുമുള്ളവരെ നോക്കി അവൻ ഉച്ചത്തിൽ അലറി. അവനാരായിരുന്നാലും കണ്ടെത്തി എന്റെ മുന്നിൽ കൊണ്ടുവാ. എനിക്ക് സ്വന്തമായതിനെ മോഷ്ടിച്ചതിന് എന്റെ കൈകൊണ്ട് തന്നെ എനിക്ക് അവനെ അടിച്ചു കൊല്ലണം. സ്വർണ്ണ മനുഷ്യനെ എത്ര അന്വേഷിച്ചിട്ടും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ മൃഗലോചനന്റെ സൈന്യം നിരാശയോടെ മടങ്ങിയെത്തി. മൃഗലോചനന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അയാളുടെ ഇത്രയും തീവ്രമായ ദേഷ്യം റൈഡൻ നഗരത്തിലെ ആളുകൾ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. മൃഗലോചനന്റെ പടയ്ക്ക് പിന്നിൽ നിന്നിരുന്ന മുഷ്ടിവീരൻ നിഘണ്ടന്റെ പടയാളികൾ ചിലരും അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പരസ്പരം സംസാരിക്കുന്നത് മൃഗലോചനന്റെ ചെവിയിൽ വീഴുന്നു. എന്നാലും അതാരായിരിക്കും? കൊടുങ്കാറ്റ് പോലെ വന്ന് ഒരു നിമിഷം കൊണ്ട് എല്ലാം എടുത്തുകൊണ്ട് പോയില്ലേ? ഒരു വേട്ടക്കാരന് സ്വർണ്ണക്കോടാലി കിട്ടുന്നത് എത്ര വലിയ അംഗീകാരമാണെന്നറിയാമോ? ഒരാൾ പറഞ്ഞു. എന്നാലും ഇത്രയും പേര് അവനെ ചുറ്റി വളഞ്ഞിട്ടും അവരെയെല്ലാം കബളിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു പോയ അവൻ തീർച്ചയായും മികച്ച ഒരു വേട്ടക്കാരനായിരിക്കും. മിണ്ടാതിരിക്കടാ. നമ്മൾ പറയുന്നതൊക്കെ മൃഗയുടെ ചെവിയിൽ വീണാൽ അവന് വിഷമമാകും. അവനാണ് ഏറ്റവും വലിയ വീരൻ എന്നല്ലേ വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെയുള്ളപ്പോഴാണോ അവൻ കേൾക്കെ നമ്മൾ മറ്റൊരു വീരനെ പുകഴ്ത്തുന്നത്? മറ്റൊരുവൻ പരിഹാസത്തോടെ പറഞ്ഞു. നിഘണ്ടന്റെ പടയാളികൾ പൊട്ടിച്ചിരിച്ചു. എല്ലാം കേട്ട് മൃഗലോചനന് ദേഷ്യം വന്നു. പക്ഷെ അവൻ പ്രതികരിക്കാൻ പോകാതെ പല്ലിറുമി ദേഷ്യം അമർത്തിക്കൊണ്ട് മുന്നിലേക്ക് നടന്നു. പക്ഷെ സെമ്പിയനെ മറ്റുള്ളവർ അവന്റെ സുഹൃത്തിനെ അപമാനിക്കുന്നത് സഹിച്ചില്ല. ആരെങ്കിലും മൃഗയെക്കുറിച്ച് തെറ്റായി എന്തെങ്കിലും പറഞ്ഞാൽ ഈ നിമിഷം ഞാൻ അവരുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കും. മൃഗന്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ മൃഗനുമായി പോരടിച്ചു നോക്കാം. അതുവഴി യഥാർത്ഥ വേട്ടക്കാരൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. സംശയമുള്ളവർ മുന്നോട്ട് വരീനടാ. സെമ്പിയൻ ചുറ്റും കൂടി നിന്നവരെ നോക്കി വെല്ലുവിളിച്ചു. നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് സെമ്പിയ? മൃഗലോചനനോട് പോരടിക്കാൻ തക്കവണ്ണം ശക്തനായ ഒരുവനെ നീ ഇന്ന് കണ്ടില്ലേ? അവന്റെ അടുത്ത് പോയി നിങ്ങളുടെ ശൗര്യം കാണിക്കേ. നിഘണ്ടൻ ശാന്തനായി പറഞ്ഞു. നിഘണ്ട, നീ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അവൻ മിടുക്കനാണ്. പക്ഷെ എന്നേക്കാൾ മികച്ച വേട്ടക്കാരനല്ല. ഭാഗ്യം തുണച്ചത് കൊണ്ട് മാത്രമാണ് അവൻ എന്റെ കയ്യിൽ പെടാതെ രക്ഷപ്പെട്ടത്. അവൻ ആരാണ്, എവിടെ നിന്ന് വരുന്നു എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഒന്നോർത്തോ, അവന്റെ അന്ത്യം എന്റെ കൈകൊണ്ടായിരിക്കും. അത്രയും പറഞ്ഞിട്ട് മൃഗലോചനൻ അവന്റെ സൈന്യവുമായി അവിടെ നിന്ന് പോയി. നിങ്ങളിൽ ആർക്കെങ്കിലും ആ സ്വർണ്ണ മനുഷ്യൻ ആരാണെന്നറിയാമോ? റൈഡൻ നഗരത്തിലെ ആരെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ? നിഘണ്ടൻ തന്റെ സൈനികരോട് അന്വേഷിച്ചു. ഞങ്ങൾക്കാർക്കും അവൻ ആരാണെന്ന് അറിയില്ല നേതാവേ. ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. പക്ഷേ റൈഡൻ നഗരത്തിലെ ഒരാൾ അവനെ മുൻപ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് വിപാഷിയുടെ സൈന്യത്തിലെ ഒരാളാണ്. പടയാളികളിൽ ഒരാൾ പറഞ്ഞു. അത് കേട്ട് മറ്റുള്ളവർ ഞെട്ടി. അതാരാണെന്ന് അറിയാനായി അവർ ആകാംക്ഷയോടെ നിന്നു. ആരാണ് അയാൾ? നിഘണ്ടൻ ആവേശത്തോടെ ചോദിച്ചു. അതാരാണെന്ന് അറിയില്ല. പക്ഷേ ആ സ്വർണ്ണ മനുഷ്യൻ വന്ന സമയത്ത് വിപാഷിയുടെ സൈന്യത്തിൽ ഒരാൾ സൂര്യൻ എന്ന് പറഞ്ഞത് ഞാൻ വ്യക്തമായി കേട്ടു. ഒരുപക്ഷെ അതായിരിക്കും ആ സ്വർണ്ണ മനുഷ്യന്റെ പേര്. പടയാളി പറഞ്ഞു. വിപാഷിയുടെ സൈന്യത്തിൽ സൂര്യൻ എന്ന് പറഞ്ഞത് ആരാണെന്ന് എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്തണം. പടയാളികളോട് ആജ്ഞാപിച്ചുകൊണ്ട് നിഘണ്ടൻ സൈന്യവുമായി അവിടെ നിന്ന് പോയി. മറുഭാഗത്തെ ലിയോ എരുമയുടെ തലയും മനുഷ്യന്റെ ഉടലും കുതിരയുടെ കാലുകളുമായി കയ്യിൽ ഇരുതല മൂർച്ചയുള്ള സ്വർണ്ണ മഴുവുമേന്തി തിരിഞ്ഞു നോക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്നു. അവന്റെ തോളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ചീനു മെല്ലെ കണ്ണുകൾ തുറന്ന് തിരിഞ്ഞു നോക്കി. ആരും തങ്ങളെ പിന്തുടർന്ന് വരുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ചീനു ഒരു നെടുവീർപ്പോടെ ഓടിക്കൊണ്ടിരിക്കുന്ന ലിയോയെ നോക്കി.
ഏയ് ലിയോ, ഓടിയത് മതി. ഇപ്പൊ നിനക്ക് പുറകിൽ ആരെയും കാണുന്നില്ല. ചീനു പറഞ്ഞത് കേട്ട ലിയോ ഓട്ടത്തിനിടയിൽ തിരിഞ്ഞു നോക്കി. ശരിയാണല്ലോ, ആരെയും കാണാനില്ല, അവൻ ആശ്വാസത്തോടെ പറഞ്ഞു. എന്നാൽ ഓട്ടത്തിനിടയിൽ തിരിഞ്ഞു നോക്കിയതുകൊണ്ട് അവൻ കാല് തെറ്റി വീണു. വേദന കൊണ്ട് ഇരുവരും വീണടത്ത് കിടന്ന് നിലവിളിച്ചു. രൂപമാറ്റം ഇല്ലാതാവട്ടെ, ലിയോ പറഞ്ഞു. അവൻ പഴയതുപോലെ മനുഷ്യരൂപത്തിലേക്ക് മാറി. ഓടിത്തളർന്നതിനാൽ എഴുന്നേൽക്കാൻ വയ്യാതെ അവൻ അവിടെ തന്നെ കിടന്നു. ചീനുവും അവൻ അരികിലായി വന്ന് കിടന്നു. ചീനു, എന്റെ ഉള്ളിൽ ഇത്രത്തോളം ധൈര്യമുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നെക്കുറിച്ച് ഓർത്ത് എനിക്ക് തന്നെ അഭിമാനം തോന്നുന്നു. അല്പനേരത്തെ മൗനത്തിന് ശേഷം ലിയോ ചീനുവിനോട് പറഞ്ഞു. നിനക്കൊട്ടും പക്വതയില്ല ലിയോ. ഇന്നു മുതൽ നീ വളരെയധികം സൂക്ഷിക്കണം. ഇപ്പോൾ റൈഡൻ നഗരത്തിലെ എല്ലാവരും നിന്നെക്കുറിച്ചുള്ള അന്വേഷണത്തിലായിരിക്കും. ചീനു മുന്നറിയിപ്പ് പോലെ അവനെ നോക്കി പറഞ്ഞു. ഏയ്, അതൊന്നും ഓർത്ത് എനിക്കിപ്പോ പേടിയില്ല. എന്റെ കയ്യിൽ സ്വർണ്ണ കവചമുണ്ടല്ലോ, ആർക്കും എന്നെ മനസ്സിലായി കാണില്ല, ലിയോ അഹങ്കാരത്തോടെ പറഞ്ഞു. ആ കവചം കിട്ടിയത് മുതൽ നീ അഹങ്കാരിയായി ലിയോ. നിനക്ക് വേണമെങ്കിൽ ആ സ്വർണ്ണ കവചത്തിൽ നിന്നെ മുഴുവനായി ഒളിപ്പിക്കാം. പക്ഷേ ഈ സ്വർണ്ണ മഴുവിനെ നീ എങ്ങനെ ഒളിപ്പിക്കും? ചീനു സ്വർണ്ണ മഴുവിനെ ചൂണ്ടി ലിയോയോട് ചോദിച്ചു. അപ്പോഴാണ് ലിയോയും അതിനെക്കുറിച്ച് ചിന്തിച്ചത്. അവൻ സ്വർണ്ണ മഴു ഒളിപ്പിക്കുന്നതിനായി ഒരു കുഴി എടുക്കാൻ തുടങ്ങി. ഏറെ നേരത്തെ പരിശ്രമത്തിനു ശേഷം അവൻ ആ മഴുവിനെ കാടിനുള്ളിലെ മണ്ണിനടിയിൽ ഭദ്രമായി ഒളിപ്പിച്ചു. അവൻ ആശ്വാസത്തോടെ നെടുവീർപ്പെട്ടു. ചീനു, നിനക്കൊരു കാര്യം അറിയുമോ? ഞാൻ രൂപാന്തരപ്പെട്ടപ്പോൾ എന്റെ ശരീരത്തിന് അപാരമായ ശക്തി കൈവന്നു. എന്റെ വേഗത നീ കണ്ടില്ലേ? അവരൊക്കെ ശരിക്കും ഭയന്നു കാണും, ലിയോ പറഞ്ഞു. നീ ആ പരിവർത്തന ശക്തി ഉപയോഗിച്ചല്ലേ രക്ഷപ്പെട്ടത്? എന്തായാലും ഈ ശക്തി ഉണ്ടെന്നും പറഞ്ഞ് നീ അവരോട് എതിരിടാൻ നിൽക്കാത്തത് നന്നായി. അങ്ങനെങ്ങാനും ചെയ്തിരുന്നെങ്കിൽ അവര് നിന്നെ വലിച്ചു കീറി ഒട്ടിച്ചേനെ, ചീനു പറഞ്ഞു. അതെന്താ? ലിയോ സംശയത്തോടെ ചീനുവിനോട് ചോദിച്ചു. ആ രൂപമാറ്റ ശക്തി നിന്റെ ശരീരത്തിൽ കുറച്ച് സമയത്തേക്ക് മാത്രമേ നിലനിൽക്കൂ. അത് നിന്റെ ശരീരത്തിൽ കൂടുതൽ നേരം നിലനിൽക്കണമെങ്കിൽ നീ കൂടുതൽ സെൽ പോയിന്റുകൾ ശേഖരിക്കണം. മാത്രമല്ല, ആ പരിവർത്തന ശക്തി എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയില്ല. അത് ഉപയോഗിക്കണമെങ്കിൽ ശരീരം ശക്തിയുള്ളതായിരിക്കണം. ബലഹീനനായ ഒരുവൻ ആ ശക്തി ഉപയോഗിക്കുകയാണെങ്കിൽ അവന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം. ഈ ശക്തി കയ്യിലുണ്ടെന്ന് കരുതി എപ്പോഴും അതെടുത്ത് പ്രയോഗിച്ചാൽ അത് നിന്റെ ജീവന് തന്നെ ആപത്തായി മാറിയേക്കാം. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ചീനു രൂപാന്തര ശക്തിയെക്കുറിച്ച് അവനോട് വിശദീകരിച്ചു. ഓഹോ, ഇതിൽ ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടോ? ശരിക്കും ഈ ലോകം എന്നെ ഓരോ കാര്യങ്ങളിലും അത്ഭുതപ്പെടുത്തുന്നു, ലിയോ ആശ്ചര്യത്തോടെ ചീനുവിനോട് പറഞ്ഞു. സ്വർണ്ണ കോടാലി ഒളിപ്പിച്ചതിന് ശേഷം ലിയോ ചീനുവിനൊപ്പം റൈഡൻ നഗരത്തിലേക്ക് മടങ്ങി. ലിയോ റൈഡനിൽ എത്തിയപ്പോൾ നഗര കവാടത്തിൽ സെമ്പിയനും അനുയായികളും നിൽക്കുന്നത് കണ്ടു. അവർ നഗരത്തിലേക്ക് കടക്കാൻ നിൽക്കുന്നവരെയെല്ലാം പരിശോധിച്ചിട്ടാണ് കടത്തിവിടുന്നത്. ലിയോ കവാടത്തിനരികിൽ എത്തിയപ്പോൾ ഒരു കാവൽക്കാരൻ അവനെ തടഞ്ഞു. അയാൾ ലിയോയെ പരിശോധിക്കാൻ തുടങ്ങി. ഏയ്, എന്തിനാ ഇവനെ പോലെ ഒരു കോമാളിയെ പരിശോധിച്ച് വെറുതെ നിന്റെ സമയം കളയുന്നത്? അവനെ കണ്ടാൽ ഒരു രാക്ഷസ മൃഗ വേട്ടക്കാരനെ പോലെ നിനക്ക് തോന്നുന്നുണ്ടോ? അവനെ അകത്തേക്ക് കടത്തിവിട്. അത് കണ്ട സെമ്പിയൻ ലിയോയുടെ പരിശോധന തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇവനെ പോലെയുള്ള 4 പേര് കൂടി ഉണ്ടെങ്കിൽ ആ മൃഗലോചനെ എളുപ്പത്തിൽ പറ്റിക്കാൻ കഴിയും, ലിയോയുടെ തോളിൽ പ്രത്യക്ഷപ്പെട്ട ചീനു പറഞ്ഞു. അകത്തേക്ക് പോ. ആ കാവൽക്കാരൻ ലിയോയുടെ മുതുകിൽ കൈവച്ച് അകത്തേക്ക് തള്ളിവിട്ടു. ഹോ, എന്തായാലും എന്റെ മേലെ ആർക്കും സംശയമില്ല, ലിയോ ഒരു നെടുവീർപ്പോടെ ഓർത്തു. ഇപ്പൊ പൊയ്ക്കോ കൊച്ചു തുറക്ക. പക്ഷേ അധികം വൈകാതെ തന്നെ ഞാൻ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്നുണ്ട്, സെമ്പിയൻ ഭീഷണിയോടെ പറഞ്ഞുകൊണ്ട് ലിയോയെ അകത്തേക്ക് വിട്ടു. ലിയോ നടക്കുന്ന വഴിയിലെല്ലാം ആളുകൾ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു. എല്ലാവർക്കും പറയാനുള്ളത് രാക്ഷസ വേട്ടയെക്കുറിച്ചാണ്. അവരാവേശത്തോടെ അതിനെക്കുറിച്ച് സംസാരിച്ചു. അതിൽ സൂര്യൻ എന്ന പേര് അവിടുന്നും ഇവിടുന്നുമൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ സൂര്യൻ ആരാണെന്നോ ഈ പേരുപയോഗിച്ചത് ആരാണെന്നോ ആർക്കും അറിയില്ല. റൈഡൻ നഗരത്തിലുള്ളവർ സത്യമെല്ലാം അറിയുമോ എന്ന ഭയമുണ്ടെങ്കിലും മൃഗലോചനെ എതിർക്കാൻ കഴിഞ്ഞതോർത്ത് ലിയോയ്ക്ക് സന്തോഷം തോന്നി. താമര സൂര്യൻ എന്ന പേര് പറഞ്ഞതറിഞ്ഞ ലിയോയ്ക്ക് അവളോട് ദേഷ്യം തോന്നി. ഓ താമര, നീ സൂര്യൻ എന്ന പേര് പറഞ്ഞ് സ്വയം കുഴപ്പത്തിൽ ചാടിയല്ലോ, അവൻ ചിന്തയോടെ പറഞ്ഞു. മറുവശത്ത് താമര വിപാശയുടെ മുന്നിൽ ഒരു കുറ്റവാളിയെ പോലെ തലകുനിച്ച് നിൽക്കുകയാണ്. താമരയ്ക്ക് സൂര്യനെക്കുറിച്ച് അറിയാമെന്ന് വിപാശ നേരത്തെ കണ്ടെത്തിയിരുന്നു. സൂര്യനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായി അവളെ ചോദ്യം ചെയ്യുകയാണ് വിപാശ. ലീഡർ, എന്നെ വിശ്വസിക്ക്. ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം സത്യമാണ്. സൂര്യൻ എന്ന പേരിൽ കൂടുതൽ എനിക്ക് അയാളെ പറ്റി യാതൊന്നും തന്നെ അറിയില്ല. കയർ താഴ്വരയിൽ വെച്ച് ഒരിക്കൽ മാത്രമാണ് ഞാൻ അയാളെ കണ്ടിട്ടുള്ളത്. അന്ന് ഞാൻ എൻ്റെ സെൽ പോയിന്റ്സ് കൊടുത്ത് അയാളിൽ നിന്നും വെട്ടുക്കിളികളുടെ മാംസം വാങ്ങി.
അത് റൈഡൻ നഗരത്തിലെ ദുർബലരായ വ്യക്തികൾക്ക് ദാനം ചെയ്യുകയും ചെയ്തു. താമര വിഷമത്തോടെ വിപാശയെ നോക്കി പറഞ്ഞു. ഞാൻ നിന്നെ ശിക്ഷിക്കാൻ പോകുന്നില്ല താമര, നീ പേടിക്കണ്ട. നീ എനിക്ക് വേണ്ടി ഇനിയും ആ സ്വർണ്ണ മനുഷ്യനെ കണ്ടുമുട്ടണം. ആ രാക്ഷസ മൃഗത്തിൽ നിന്നും ലഭിച്ച സ്വർണ്ണ മഴുവും ആത്മശക്തിയും എനിക്ക് വേണമെന്ന് നീ അവനോട് പറയണം. അതിനി എത്ര വില അവൻ ചോദിച്ചാലും എനിക്കത് പ്രശ്നമല്ല. എന്ത് വില കൊടുത്തും അതെല്ലാം എനിക്ക് തന്നെ സ്വന്തമാക്കണം. വിപാശ താമരയെ നോക്കി ശാന്തമായി പറഞ്ഞു. പക്ഷേ അവൻ എവിടെയാണെന്ന് എനിക്കറിയില്ല, താമര പറഞ്ഞു. അറിയില്ലെങ്കിൽ പോയി കണ്ടെത്തു താമര. പിന്നെ ഇത് നമുക്കിടയിലുള്ള രഹസ്യമാണ്. ഈ കാര്യത്തെക്കുറിച്ച് പുറത്താരും അറിയരുത്. ഈ ജോലി വിജയകരമായി പൂർത്തിയാക്കിയാൽ ഞാൻ നിനക്ക് തക്കതായ ഒരു പ്രതിഫലം നൽകുന്നതായിരിക്കും, വിപാശ പറഞ്ഞു. ലീഡറിന്റെ ആജ്ഞ നിരസിക്കാൻ കഴിയാതെ താമര അതിന് തലയാട്ടി സമ്മതം അറിയിച്ച് അവിടെ നിന്നും പോയി. വിപാശയുടെ മനസ്സിൽ പലതരം ചിന്തകളായിരുന്നു. എന്നാലും ആരായിരിക്കും ഈ സൂര്യൻ? ഇനി നിഘണ്ടന്റെ സൈന്യത്തിലുള്ള ആരെങ്കിലും ആണോ? അതോ മറ്റൊരാൾക്ക് രാക്ഷസ മൃഗത്തിൽ നിന്നുമുള്ള ശക്തികൾ ലഭിക്കാതിരിക്കാനായി മൃഗലോചനൻ നടത്തിയ നാടകമാണോ ഇതെല്ലാം? ആരെ വിശ്വസിക്കണമെന്നറിയില്ലല്ലോ. സൂര്യൻ ശരിക്കും ഒറ്റയ്ക്കാണെങ്കിൽ അവൻ എന്റെ സൈന്യത്തിൽ തന്നെ ചേർക്കണം. അതിനവൻ സമ്മതിച്ചില്ലെങ്കിൽ അവനിൽ നിന്നും ആ കോടാലിയും ആ മൃഗത്തിന്റെ ആത്മശക്തിയും എങ്ങനെയും വാങ്ങിച്ചെടുക്കണം, വിപാശ മനസ്സിൽ തീരുമാനിച്ചു. ഈ യുദ്ധത്തിലെ നഷ്ടങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ മൃഗലോചനൻ തന്നെയാണ് മുന്നിൽ. അവൻ ഏറെ നാളുകളായി വളർത്തുകയും സവാരി മൃഗമായി കൊണ്ടു നടക്കുകയും ചെയ്ത അവന്റെ വളർത്തു മൃഗത്തിനെ നഷ്ടമായി. ഒരുപാട് കാലമായി അവൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ജീവനെടുക്കാൻ ശേഷിയുള്ള അസ്ത്രം ആ രാക്ഷസ മൃഗത്തിന് നേരെ ഉപയോഗിച്ച് നഷ്ടപ്പെടുത്തി. അവൻ ഒരു പക്ഷേ ആ അസ്ത്രം പ്രയോഗിച്ചില്ലായിരുന്നുവെങ്കിൽ ആ മൃഗം അവിടെ നിന്നും രക്ഷപ്പെട്ടേനെ. ആ സ്വർണ്ണ മനുഷ്യനെ കൊണ്ട് പോലും അതിനെ എതിരിട്ട് തോൽപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. ഇത്രയൊക്കെ സംഭവിച്ചാൽ മൃഗലോചനന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും അവർക്ക് ദേഷ്യം വരും. റൈഡൻ നഗരത്തിലുള്ളവർ മുഴുവൻ സൂര്യൻ എന്ന വീരനെ അന്വേഷിക്കുന്ന സമയത്ത് ലിയോ എന്ന പുതിയ നഗരവാസി റൈഡൻ നഗരത്തിൽ സ്വതന്ത്രമായി വിഹരിച്ചു നടന്നു. ലിയോ മുറിയിലേക്കെത്തി. അവിടെ അവൻ പരിണാമ വളർച്ച എത്താനായി ബ്ലാക്ക് ക്രിസ്റ്റൽ കൊടുത്ത് കൂട്ടിലടച്ചു വെച്ചിരുന്ന ചെമ്പൻ പല്ലുള്ള പൂച്ച പരിണാമത്തിന്റെ ലക്ഷണങ്ങൾ ഒന്നും കാണിക്കാതെ സുഖമായി ഉറങ്ങുകയായിരുന്നു. ഷോ, എന്താ ചീനു ഇത്? ഈ പൂച്ചയ്ക്ക് പരിണാമം സംഭവിക്കുകയോ ഇല്ലയോ? എന്റെ ബ്ലാക്ക് ക്രിസ്റ്റൽ വിഴുങ്ങിയിട്ടാണ് ഈ പൂച്ച ഇങ്ങനെ കിടന്നുറങ്ങുന്നത്, ലിയോ നിരാശയോടെ ചീനുവിനോട് പറഞ്ഞു. നിരാശപ്പെടാതെ ലിയോ, ഓരോ മൃഗങ്ങളും വ്യത്യസ്തരാണ്. ചില മൃഗങ്ങൾ വേഗത്തിൽ പരിണാമ വളർച്ചയെത്തും, എന്നാൽ ചില മൃഗങ്ങൾ വളരെ സാവധാനത്തിലെ പരിണാമത്തിൽ ഏർപ്പെടൂ. പക്ഷേ അവയ്ക്ക് ഗുണം കൂടുതലായിരിക്കും, ചീനു ലിയോയെ സമാധാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ അത് കേട്ട ലിയോ അടുത്ത യാത്രയ്ക്കുള്ള ഒരുക്കം തുടങ്ങി. ലിയോ, നമ്മളിപ്പോ റൈഡനിലേക്ക് വന്നതല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് നീ എവിടേക്ക് പോകാനാണ് ഒരുങ്ങുന്നത്? ചീനു തിടുക്കത്തിൽ അവനെ തടഞ്ഞുകൊണ്ട് ചോദിച്ചു. ആ മൃഗം പരിണമിക്കുന്നത് വരെ നോക്കിയിരിക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ സെൽ പോയിന്റുകൾ ശേഖരിക്കാനായി പോകുന്നു, ലിയോ പറഞ്ഞു. എന്ത്? ചീനു സംശയത്തോടെ ലിയോയോട് ചോദിച്ചു. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ വേട്ടയ്ക്ക് പോകുവാണെന്ന്, ചീനുവിനോട് പറഞ്ഞുകൊണ്ട് ലിയോ മുറി വിട്ട് പുറത്തേക്ക് പോയി. സൈഫർ ഗ്രഹം വളരെ വലുതാണ്. ആ ലോകത്തിൽ ജനവാസമില്ലാത്ത നിരവധി പ്രദേശങ്ങളുണ്ട്. ലിയോ റൈഡൻ നഗരത്തിൽ നിന്നും ഒരുപാട് ദൂരം യാത്ര ചെയ്ത് നിബിഡമായ വനത്തിന് നടുവിലെ ഒരു ചെറിയ കുളത്തിന് സമീപമെത്തി. ആ കുളത്തിലുള്ള അപകടകാരിയായ പരിണാമം സംഭവിച്ച ആമയെ പിടിക്കുക എന്നതാണ് അവന്റെ ലക്ഷ്യം. അവൻ കുളത്തിന് സമീപത്തെ കുറ്റിക്കാടിനുള്ളിലേക്ക് ഒളിച്ച് ആമ പുറത്തു വരുന്നത് നോക്കിയിരുന്നു. ആ സമയം അവൻ ബാഗിലാക്കി കൊണ്ടുവന്ന തവളയുടെ ഇറച്ചി കുറേശ്ശെ രുചിയോടെ നുണഞ്ഞു. പെട്ടെന്ന് അവൻ ഇരിക്കുന്നതിനരികിലായി ആരുടെയോ കാൽപെരുമാറ്റം കേട്ടവൻ ഭയന്നു. ആരും അറിയാതെ വേട്ടയാടാനാണ് ഞാൻ ഇത്രയും ദൂരം വന്നത്, എന്നിട്ടും ആരാണ് ഇവിടേക്ക് വന്നത്? അവൻ ആലോചനയോടെ അവിടെ ഇരുന്നു കൊണ്ട് പുറത്തേക്ക് എത്തി നോക്കി. അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. വന്നത് ശത്രുവോ മിത്രമോ എന്നറിയാതെ ലിയോ അവിടെ ശ്വാസം അടക്കിയിരുന്നു.